Hello, welcome back to Food and Wishes. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും പറ്റും. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു തട്ടുകട സ്റ്റൈൽ ഫ്രൈഡ് ചിക്കനാണ്. നമ്മൾ എന്തൊക്കെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ തട്ടുകടയിലെ ടേസ്റ്റ് ഓർക്കുമ്പോൾ വായി കപ്പലോടും അല്ലേ? എന്നാൽ ഇനി അങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ തട്ടുകട തപ്പി പോകണ്ട. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാനായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി വെള്ളമായി പോകരുത്, കുറച്ച് വെള്ളം മതി. മസാല നല്ല പെരളനായിട്ടിരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാല നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇത്രയും ലൂസായാൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾ ഒത്തിരി ലൂസാക്കി എടുക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചതയ്ക്കൊന്നും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് ഇത് തിരിച്ചിടരുത്. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ മസാലയൊക്കെ ഇതിൽ നിന്ന് അടർന്നു പോകും. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ.
അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഇതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം എണ്ണയിൽ നിന്ന്. നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഈ ചിക്കൻ ഒന്ന് സീസൺ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആവണ്ട, ഇതിൻ്റെ കളറൊന്നും മാറി അങ്ങ് കറുത്ത് പോകുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതിനെടുക്കാം. ഇത് നമുക്കൊന്ന് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയി നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു പീസും കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ചൂട് പൊറോട്ടയോ ചപ്പാത്തിയോ കൂടെ ഉണ്ടെങ്കിൽ നല്ല കിടുക്കാച്ചയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.